സൂര്യമുദ്ര സൂര്യനാണല്ലോ. ഇതോ വായുമുദ്ര, ഇതോ ആകാശമുദ്ര, ഇതോ ജലമുദ്ര, ഇതോ വരുണമുദ്ര. പേരുകൾ അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും കൂടെ അല്ലേ ഈ ചുൻമുദ്രയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എല്ലാം പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? എന്ത് സംഭവിക്കുന്നു? ഈ മുദ്ര ഇങ്ങനെ വെച്ചാൽ ഇത് വായുവല്ലേ, ഇത് അഗ്നിയല്ലേ. അപ്പോൾ അഗ്നിയും വായുവും കൂടെ കൂടി ചേർന്നാൽ എന്ത്? അഗ്നി ആളിക്കത്തും. നിങ്ങളുടെ ശരീരത്തിലെ ഉഷ്ണം കൂടും. മനസ്സിലായില്ലേ? ശരീരം 3 രീതിയിൽ: ഉഷ്ണം, മിതോഷ്ണം, ശീതം. അപ്പം നിങ്ങളുടെ ശരീരം ഇതാണെങ്കിൽ എന്താണ്, ശീതമാണെങ്കിൽ എന്ത് ചെയ്യണം? അഗ്നി ഇങ്ങനെ കൊടുക്കണം. അഗ്നി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ശീതശരീരത്തിൽ ചൂട് വരും അല്ലേ? ശീതശരീരത്തിന് ഇതാണ് കാരണം, ജലമുദ്രയാണ്. ജലമുദ്രയിൽ കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും? ജലം തിളയ്ക്കും, ചൂടാവും. അപ്പോൾ തണുപ്പ് മാറും. ഇതാണെങ്കിലോ പൃഥ്വിയാണ്. നിങ്ങൾക്ക് ലൂസ് മോഷനും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ വച്ചാൽ എന്ത് പറ്റും? ഇത് ഖരവസ്തുക്കളെല്ലാം എന്താണ്? മണ്ണാണ് അല്ലേ? ഈ ഖരവസ്തുവിന് എന്ത് പറ്റും? ചൂട് കൊടുക്കുമ്പോൾ അത് കട്ടി പിടിക്കും. ലൂസ് മോഷൻ നിയന്ത്രിക്കപ്പെടും അല്ലേ? ഇത് ആകാശമുദ്രയാണ്. കണ്ണിന് മശക്ക്, സൈനസൈറ്റിസ്, ഇതുപോലുള്ള ബുദ്ധിമുട്ട്, തലച്ചോറെല്ലാം വരുമ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്ത് പറ്റും? അവിടത്തേക്ക് അഗ്നി ചെന്ന് അതിനെ ഉത്തേജിപ്പിക്കും. തിരിച്ച് ഇതിപ്പോൾ നമുക്ക് ചൂട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? തണുപ്പിക്കണ്ടേ? തണുപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കയ്യിലെ മുദ്ര ഇപ്പുറത്തോട്ട് മാറ്റി കൊടുക്കും. ജലമുദ്ര ഇവിടെ കൊടുത്താൽ മതി. അതിന് വിരലുകളെ മടക്കി ഇതിൻ്റെ അഗ്രങ്ങൾ ബന്ധിപ്പിക്കുന്ന മുദ്രകളുണ്ട്. മനസ്സിലായാലും അതാണ് ഓഷോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മുദ്രാ തെറാപ്പി. മനസ്സിലായില്ലേ? യോഗ തെറാപ്പിയിലും ആ മുദ്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. മുദ്രകളെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ് എടുക്കാം. അപ്പോൾ ഈ മുദ്രകൾ 5. അപ്പം നിങ്ങൾക്ക് ചൂട് കൂടുതലാണെങ്കിൽ ജലമുദ്ര കൊണ്ട് ചൂട് ശരീരത്തെ നിയന്ത്രിക്കാം. ലൂസ് മോഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഈ മുദ്ര ഉപയോഗിക്കാം. തലയ്ക്കുള്ള മന്ദതയും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഇത് ചൂട് കൊടുത്താൽ ആ മന്ദത മാറിക്കിട്ടും അല്ലേ? തണുപ്പ് ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്കിത് കൊടുത്തതിന് ശേഷം ഈ വിരൽ ഇപ്പുറത്ത് കൊടുത്ത് അതിനെ നിയന്ത്രിക്കാം. അപ്പോൾ 5 മുദ്രകളുടെ പ്രഭാവം നിങ്ങൾക്ക്. ഇനി ഈ വിരലുകൾ നമ്മൾ ഇങ്ങനെ എടുക്കും. ഇതിലേതെല്ലാം ഭൂതമുണ്ട്? ആ ഭൂതങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി. ഇതിലേതെല്ലാം ഭൂതമുണ്ട്? അഗ്നി, ജലം, ഭൂമി അല്ലേ? ഈ ചൂട് കൊടുക്കുകയാണ് നമ്മൾ ഇതിന് രണ്ടിനും. അപ്പോൾ എന്ത് പറ്റും? ആക്ഷൻ കൗണ്ടർ ആക്ഷൻ അല്ലേ? ഇത് എർത്തിന് മണ്ണ് ചൂട് എന്ത് ചെയ്യും? കട്ടി പിടിപ്പിക്കും. ജലത്തെ തിളപ്പിക്കും അല്ലേ? തിരിച്ചോ? ശ്രദ്ധിക്കൂ, മണ്ണ് വാരി തീയിലിടുകയാണ്. എന്ത് പറ്റും? അല്ല, മണ്ണ് വാരി തീയിലിട്ടാൽ തീ അണഞ്ഞു പോകും. മണ്ണ് ചൂടാവും, പക്ഷെ തീ അണയില്ലേ? ഇതേ ഉള്ളൂ മുദ്രാ തെറാപ്പി. മനസ്സിലായല്ലോ? തെറാപ്പികൾ ഒരുപാടുണ്ട്. അത് ഇതാണ് അതിൻ്റെ ബേസിക് സിസ്റ്റം. ഇനി ഇത് 3 എടുത്താലോ? ഈ 3 എടുക്കുകയാണ്. ഇത് ഏതൊക്കെയാണ്? ഇത് അഗ്നി, ഇത് ആകാശം, ഇത് മണ്ണ്. ഇത് 3 ആണെങ്കിലോ? തീയിലേക്ക് കൂടുതൽ പ്രകാശം ചെന്നാൽ എന്ത് ചെയ്യും? അതിഭയങ്കരമായ പ്രകാശം ആവില്ലേ? തിരിച്ച് ഇപ്പുറത്താണെങ്കിലോ? മണ്ണിനാ ചൂട് ചെല്ലുമ്പോൾ അതളയും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാവും. ഇതിന് ആദ്യമുള്ള ഒരു ശക്തിക്ക് ന്യൂട്ടോ എന്ന് പറയും. ഇത് ഒന്ന് ന്യൂട്രലും മറ്റത് ഇതാണ് ഫേസുമാണ്. അപ്പം ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ നമ്മൾ ന്യൂട്രൽ ഒന്നുമില്ല, കറണ്ടില്ല, ഒരു കറണ്ട് അങ്ങനെ പാസ് ചെയ്യുന്നു. 2 ന്യൂട്രലും ഫേസും കൂടി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഉണ്ടാവും. അവിടെ എർത്തുണ്ട്. എർത്തെന്ന് പറയുന്ന മണ്ണാണ്. നിങ്ങൾ നോക്കൂ, ശാസ്ത്രം എവിടെ നിന്ന് വരുന്നു എന്നിട്ട് മണ്ണാണ് അല്ലേ? ആ എർത്തിലേക്ക് പോകാതെ ന്യൂട്രൽ ഫേസും കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുന്നു. ഇതിനെ തിരിച്ച് ഒന്ന് ഇപ്പുറത്ത് കൊടുത്താൽ എന്ത് പറ്റും? എർത്ത് ന്യൂട്രൽ കൂടെ കൊടുത്ത് നോക്കൂ, അപ്പോഴും കത്തും.
കാരണം രണ്ടെണ്ണം ഒന്നിച്ചു ചേർത്ത്. ഇത് മൂന്നും കൂടെ കൊടുത്തു നോക്കൂ. ന്യൂട്രും എർത്തും കൂടെ കൊടുത്തു നോക്കൂ. ന്യൂട്രും ഫേസും എർത്തും കൂടെ കൊടുത്തു നോക്കൂ. എന്താ സംഭവിക്കുന്നത്? കൊടുത്തു നോക്കൂ. എന്താ സംഭവിക്കുന്നത്? ന്യൂട്രുണ്ട്, ഫേസുണ്ട്, എർത്തുണ്ട് അല്ലേ? ഇത് 3 വയറിലൂടെ പോവുകയാണ്. ഇതിനെ തിരിച്ചു കൊടുത്താൽ എന്ത് പറ്റും? ഓരോന്ന് വിധം കൊടുത്താൽ കത്തും, മറ്റേ കൊടുത്താൽ വയറെരിഞ്ഞു പോകും അല്ലേ? തീപിടുത്തം ഉണ്ടാവും. അപ്പം ഇതിനെ നിയന്ത്രിച്ച് പോകുന്ന ശാസ്ത്രമാണ് മുദ്രാതെറാപ്പി. മനസ്സിലായില്ല? ഇത് നിങ്ങൾ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് കറണ്ടുണ്ട്. ഇവിടെ ഒരു ന്യൂട്രുണ്ട്, ഒരു ഫേസുണ്ട്, ഒരു എർത്തുണ്ട്. എർത്തിനെ പിടിച്ച് ന്യൂട്രലിൽ കൊടുത്താലും കത്തും, ന്യൂട്രലിനെ പിടിച്ച് എർത്തിൽ കൊടുത്താലും കത്തും. എന്നാൽ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് കൊടുത്താൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പ്രതിഭാസങ്ങളുടെ ഒരു രൂപം, അതിൻ്റെ രൂപമാണ് മുദ്രാതെറാപ്പി. അപ്പം ഈ 5 മനസ്സിലായല്ലോ. ഇത് സൂര്യൻ, ഇത് വായു, ഇത് ആകാശം, ഇത് മണ്ണ്, ഇത് ജലം. ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി എത്ര മുദ്ര വേണോ നമുക്കുണ്ടാക്കാം. അങ്ങനെ മുദ്ര ഉണ്ടാക്കിയ ഒന്നാണ് മുദ്രാതെറാപ്പി യോഗകൾ. ഈ പ്രധാന മുദ്രകളെ സംബന്ധിച്ച് ഹഠയോഗ പ്രതിവികയിൽ നമ്മുടെ ബുക്കിലുണ്ട്. ഹഠയോഗ പ്രതിവികയിൽ ഇത്ര മുദ്രകളുണ്ടെന്ന് പറയുന്നു. ആ മുദ്രകളെല്ലാം തന്നെ ഒന്ന് ഹസ്തമുദ്ര, പ്രാണമുദ്ര, മനോമുദ്ര എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ആ മുദ്രകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരട്ടെ ഒരു മോഷണം അല്ലേ? ന്യൂട്രല്, ഫേസ്, എർത്ത് കിട്ടിയല്ല. ഇനി എന്താ ഉണ്ട്? ഇനി എന്താ ഉള്ളത്? അത് ശരിയായല്ലോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു മനസ്സിലായി നമുക്ക്. ഇത് ഓരോന്നും നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായി ഒന്നിൽ കൂടുതൽ കൊടുത്താൽ അതിൻ്റെതാ. ഇത് മൂന്നും ഞാൻ നേരത്തെ കാണിച്ച മുദ്ര. ഇത് അപാനമുദ്ര. അപാനമുദ്രയിൽ പ്രകാശം, മണ്ണ്, സൂര്യൻ അല്ലേ? അത് കഴിഞ്ഞാൽ ഇത് ജലം, ഇത് ഒറ്റയ്ക്കാവുമ്പോൾ 5 മുദ്ര. ഇത് കൊടുക്കുക. ചുരുക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് പ്രധാനമായിട്ടും പ്രാണായാമത്തിലാണ്. ആ മസിലിനെ ചുരുക്കുമ്പോൾ അതിന് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ആ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ അത് രോഗകാരിയായി മാറും. മനസ്സിലായില്ല? എന്നാൽ അത് ശരിയായി ചെയ്താൽ രോഗഹാരിയായി മാറും. മനസ്സിലായില്ല? അതുകൊണ്ട് എല്ലായിടത്തും ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെന്ന് അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലും അത്യാവശ്യമായി പ്രവർത്തിക്കുന്നതാണ്. ഇൻവോളണ്ടറി മസിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനം നമ്മൾ അറിയില്ല. വോളണ്ടറി മസിൽ നമുക്കറിയാം, കൈ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്കറിയാം. ഇൻവോളണ്ടറി മസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ടിലെ മസിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് തെറ്റായ രീതിയിൽ ബന്ധങ്ങൾ പാടില്ലാന്ന്. ബന്ധങ്ങൾ പ്രാണായാമത്തിലാണ് ഉപയോഗിക്കുന്നത്. ബന്ധങ്ങൾക്ക് നമ്മൾ പ്രാണായാമത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ആസനങ്ങൾ പറയും. ആ ആസനങ്ങൾ ഇന്ന ആസനത്തിലിരിക്കണം, പത്മാസനത്തിലിരിക്കണമെന്ന് പറഞ്ഞാൽ ആ പത്മാസനത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കറക്റ്റ് പൊസിഷനിൽ വരികയാണ്. വജ്രാസനത്തിലിരിക്കണമെന്ന് പറയുമ്പോഴും അങ്ങനെ വരികയാണ്. അങ്ങനെയുള്ള ആ ആസനങ്ങളിൽ ഇരുന്നു കൊണ്ട് വേണം ബന്ധങ്ങൾ ചെയ്യാൻ. പിന്നെ അത് പ്രധാനമായിട്ട് 3 ബന്ധങ്ങളാണ്. ഉഡ്ഡ്യാൻ ബന്ധം, മൂൽബന്ധം, ജാലന്തര ബന്ധം. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. മുദ്രകളെന്ന് പറഞ്ഞാൽ സീൽ എന്നാണ് അർത്ഥം. സീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുകയാണ്, ഷോർട്ട് കട്ട് ചെയ്യുകയാണ്. അത് ചെയ്യും. അല്ലെങ്കിൽ സർക്യൂട്ട് ബൈപ്പാസ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രൽ കൊടുക്കുന്നതിന് പകരം എർത്തിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്ത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തെ മാറ്റിയെടുക്കും. ഇല്ലേ? ഇപ്പം നമുക്ക് ലൈറ്റില്ല, ഒട്ടും ലൈറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രലിനെ പിടിച്ച് എർത്തി കൊടുത്താൽ ലൈറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അത് പക്ഷേ സേഫല്ല. വേറെ രീതിയിൽ എനർജി അതിനകത്ത് വരരുത്. വന്നാൽ എന്ത് ചെയ്യും? സ്ഫോടനം. അതുപോലെയാണ്. 3 പറഞ്ഞാൽ ഡിലൈറ്റ് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ പ്ലഷർ, സന്തോഷം എന്നുള്ളതാണ് അർത്ഥം. ഡ്രാ എന്ന് പറഞ്ഞാൽ ഡ്രാ ഫോർ എന്നുള്ള അറ്റൻഷൻ വിളിക്കുന്നതിനാണ് പറയുന്നത്. അതിൽ യോഗശാസ്ത്രത്തിൽ പറയുന്നത് നാസ്തി മുദ്ര സമം കിഞ്ചിത സിദ്ധിതം ശിതി മണ്ഡലേ. ഇതുപോലെ പ്രയോജനമുള്ള ഒന്നും തന്നെ ഭൂമിയിൽ വേറെ ഇല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹഠയോഗ പ്രദീപികയിൽ സ്വാമി പറഞ്ഞിരിക്കുന്നു.